നമുക്കിപ്പോൾ സൂര്യനെ നിരീക്ഷിക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേറ്ററിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലെ പേലോഡുകളെല്ലാം തന്നെ ഈ സൂര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തിക്കാനായിട്ട് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്ന ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വാകർഷണം സമതലത്തിൽ നിൽക്കുന്ന ഏകദേശം നിശ്ചിതമായി ഈ ഒബ്സർവേറ്ററി നിലകൊള്ളുന്ന ബിന്ദുവിലേക്കാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഹേലോ ഓർബിറ്റ് എന്ന് പറയുന്ന വളരെയധികം മാറ്റമൊന്നും വരാത്ത രീതിയിലുള്ള ഓർബിറ്റിലാണ് ഇതിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യ നിരീക്ഷണങ്ങൾ നമുക്ക് അതിന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. സൂര്യന്റെ ഉപരിതലത്തിൽ ധാരാളം സൗരകളങ്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വളരെ ദൂരെ നിന്നുള്ള നിരീക്ഷണങ്ങളായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇതിനകത്തുള്ള പേലോഡുകൾ വളരെയധികം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് എത്തിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് സൂര്യൻ ഇപ്പോൾ സോളാർ മാക്സിമം എന്ന് പറയുന്ന സൂര്യന്റെ തീവ്രത ഏറ്റവും കൂടുതലാകുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് സോളാർ മാക്സിമം 11 വർഷമാണ് സൂര്യന്റെ ഒരു ചക്രം എന്ന് പറയുന്നത്, സൗരചക്രം, സോളാർ സൈക്കിൾ. അപ്പോൾ സോളാർ സൈക്കിളിലെ സോളാർ മാക്സിമം, സോളാർ മിനിമം എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട്. സോളാർ മാക്സിമം എന്ന് പറയുന്നത് തീവ്രത കൂടി നിൽക്കുന്ന ഘട്ടം, സോളാർ മിനിമം എന്ന് പറയുന്നത് തീവ്രത കുറഞ്ഞു നിൽക്കുന്ന ഘട്ടം. നമുക്ക് ഓർമ്മ കാണും, സോളാർ മിനിമം കാലയളവിലാണ് നമുക്കിവിടെ വളരെ ശക്തമായ മഴയും പ്രളയവും ഒക്കെ ഉണ്ടായത്. ഇപ്പൊ സോളാർ മാക്സിമം എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ചൂട് കൂടി വരുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ മാർച്ചിലൊക്കെ ഭയങ്കരമായ ചൂടാണ് നമുക്ക് എല്ലാം ഭൂഗോളമാകെ അനുഭവപ്പെട്ടത്. അപ്പൊ ഇനി അടുത്തുള്ള 3 വർഷങ്ങൾ എന്ന് പറയുന്നത് സൂര്യന്റെ തീവ്രത ഏറ്റവും കൂടി വരുന്ന സമയങ്ങളാണ്. അപ്പൊ അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും വലിയൊരു സോളാർ ഫ്ലെയർ എന്ന് പറയുന്ന വലിയൊരു ജ്വലനം ഉണ്ടായി. 2017 ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ജ്വലനമായിരുന്നു അത്. അത് ഭൂമിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്ന ഭൗമകാന്തിക കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. ധ്രുവദീപ്തി പതിവിലധികമായിട്ടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോറിലേറ്റ് ചെയ്യാവുന്നത് നമ്മുടെ ഈ ഇടയ്ക്കുണ്ടായിട്ടുള്ള ഭൂചലനങ്ങൾ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനങ്ങളും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒരു ട്രിഗർ ആവുന്നുണ്ട്. അതായത് സൂര്യന്റെ മാറ്റങ്ങൾ ഭൂമിയിലെ ഭൂകമ്പങ്ങൾക്കും ട്രിഗർ ആവുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം നിരീക്ഷണങ്ങൾ, ഇപ്പൊ സൂര്യന്റെ കൊറോണ എന്ന് പറയുന്നത് സൂര്യന്റെ ഉപരിതലത്തിന് മുകളിലായിട്ട് നിൽക്കുന്ന മില്യൺ കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഒരു പ്രദേശമാണ്. അത് സൂര്യന്റെ ഉപരിതലത്തിനേക്കാൾ ചൂട് കൂടുതലാണ് സോളാർ കൊറോണയ്ക്ക്. അപ്പൊ അതെന്തുകൊണ്ടാണ് അത്തരം ചൂട് ഈ സൂര്യന്റെ അന്തരീക്ഷത്തിന് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്ന ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ പൊട്ടിത്തെറികളിലൂടെ സൗരയൂഥത്തിലേക്ക് പരക്കുന്ന കണങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും നിരീക്ഷണങ്ങളും നമുക്ക് ലഭ്യമാകും. പിന്നെ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ എത്രത്തോളം, നമുക്കറിയാം UV ഇൻഡെക്സ് ഒക്കെ നമ്മൾ അളക്കാറുണ്ട് ഭൂമിയിൽ. എത്രത്തോളമാണ് സൂര്യന്റെ അൾട്രാവയലറ്റ് സൗരയൂഥത്തിലേക്ക് പരക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അന്തരീക്ഷം നമുക്ക് സൂര്യനെ നിരീക്ഷിക്കാനായിട്ട് ഒരു തടസ്സമാണ്. ഇപ്പൊ അന്തരീക്ഷത്തിന്റെ ആ ഒരു തടസ്സം ഇല്ലാതെ തന്നെ നേരിട്ട്, അതായത് ഇത് ഒരു ലൈനിലാണുള്ളത്. ഇപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണാവുന്നത് ആദ്യത്തെ കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് സൂര്യനെ കാണാവുന്നത്. അതായത് ഒരു നേർരേഖയിലാണ് ഇപ്പോൾ ഇവരുള്ളത്. അപ്പൊ സൂര്യനെ നേരിട്ട് നമുക്ക് നിരീക്ഷിക്കുകയും സമ്പൂർണമായ നിരീക്ഷണം സാധ്യമായി 24/7 സാധ്യമാകുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്, ഒരു നേട്ടമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.